ഡിവൈഎഫ്ഐ മുൻ നേതാവ് മനു തോമസ് വിവാദത്തിൽ അന്വേഷണത്തിന് CPIM. മനു തോമസിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയ പാർട്ടി തീരുമാനം മാധ്യമങ്ങൾക്ക് ലഭിച്ചത് അന്വേഷിക്കാനാണ് കമ്മീഷനെ നിയമിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PV ഗോപിനാഥ്, M പ്രകാശൻ എന്നിവർ ഉൾപ്പെട്ടതാണ് അന്വേഷണ കമ്മീഷൻ. അർജുൻ കല്യാട് ചേരുന്നുണ്ട് നമുക്കൊപ്പം. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അർജുൻ കല്യാട്, ഞാൻ നേരിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ഈ കമ്മീഷനെ വെച്ചിരിക്കുന്നത് അർജുൻ കല്യാടുമായി സംസാരിക്കാനാണോ? കാര്യം ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് അർജുൻ കല്യാട് ആണെന്നാണ് എൻ്റെ തോന്നൽ. അവരുടെ ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് റിപ്പോർട്ടറിലൂടെ നമ്മളാണ്. പക്ഷേ എങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്തയുടെ ഉറവിടം ഏതൊക്കെയാണ് എന്നുള്ളതാണ് പാർട്ടി ഇപ്പോൾ അന്വേഷിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് രീതിയിലാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഇത് പുറത്തേക്ക് എത്തിയതെന്ന കാര്യമാണ് പാർട്ടി അന്വേഷിക്കുന്നത്. അത് ആത്യന്തികമായി എത്തിച്ചേരുന്നത് നമ്മളിലേക്ക് തന്നെ ആയിരിക്കും. പക്ഷെ എങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂർ പോലുള്ള ഒരു സുപ്രധാനപ്പെട്ട ഒരു ഘടകം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശക്തിയുള്ള ഒരു കേന്ദ്രമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട കേഡർമാരുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലാ ഘടകം എന്നുള്ള രീതിയിൽ ആ ജില്ലാ ഘടകത്തിലെ വാർത്ത പുറത്തെത്തിയതിൽ പാർട്ടിക്ക് വലിയ തോതിൽ ഒരു അവമതിപ്പുണ്ട്. അത് ഏത് നേതാവാണ് ഇത്തരത്തിൽ വാർത്ത പുറത്തേക്ക് എത്തിച്ച് നൽകിയതെന്ന കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുന്നത്. 2 അംഗ കമ്മീഷനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയോഗിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള PV ഗോപിനാഥ്, അതുപോലെ തന്നെ M പ്രകാശൻ മാസ്റ്റർ എന്നിവർ 2 അംഗങ്ങളെ ആണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ മനു തോമസിനെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സ്വാഭാവിക നടപടിയാണെന്ന് പാർട്ടി ന്യായീകരിക്കുമെങ്കിൽ കൂടി ഇത്തരത്തിൽ അംഗത്വം പുതുക്കാത്തതിന്റെ ഭാഗമായി മനു തോമസ് ഒഴിവാകുന്നു. അതിന് പകരം മറ്റൊരു അംഗത്തെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള പാർട്ടി തീരുമാനം വളരെ പെട്ടെന്ന് തന്നെ പാർട്ടി തീരുമാനമെടുത്ത കീഴ്ഘടകങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്തതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം മാധ്യമങ്ങൾക്ക് ഏത് രീതിയിലാണ് ലഭിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പാർട്ടി അന്വേഷിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് കാര്യങ്ങൾ, അതായത് ഏതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തെത്തിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടി അന്വേഷിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളും ഒരുപക്ഷെ പാർട്ടി അന്വേഷണ കമ്മീഷൻ മുഖാന്തരം അന്വേഷണം നടത്തുമെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം അവസാനിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് നടത്തിയിട്ടുള്ള പ്രസ്താവന, അത് P ജയരാജനെ പിണക്കിയിട്ടില്ല, അതുപോലെ തന്നെ മനു തോമസിനെ പ്രകോപിപ്പിച്ചിട്ടുമില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടിയാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിൽ പ്രത്യേകമായി ഇടപെടുന്നത്. അരുൺ, അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രേക്ഷകർ അടുത്ത കാലത്തെങ്കിലും ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിച്ച ആളുകളോട് അതിരൂക്ഷമായ ഭാഷയിലാണ് പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റിയൊക്കെ പ്രതികരിക്കുക. ഇവിടെ P ജയരാജനും മകനും മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ മനു തോമസിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. പക്ഷേ പാർട്ടി സ്വീകരിച്ചൊരു സംയമനം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അത്ഭുതകരമായൊരു സംയമനമാണ്. മനു തോമസിനെ ഒരു തരത്തിലും വേദനിപ്പിക്കാതെയുള്ള പരാമർശങ്ങളാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നൽകിയത്. MV ജയരാജൻ പറഞ്ഞത് അദ്ദേഹം ഒഴിവാകണമെന്ന് ആഗ്രഹിച്ചു, അദ്ദേഹം ഒഴിവായി. അദ്ദേഹം ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട്, അത് പാർട്ടി അന്വേഷിച്ചു, കഴമ്പില്ലെന്ന് കണ്ടെത്തി. അവിടെ കൊണ്ടത് അവസാനിപ്പിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ മനു തോമസ് കൂടുതൽ പ്രതികരണങ്ങൾക്ക് പോകില്ലായിരുന്നു. പക്ഷേ P ജയരാജനും മകനും സോഷ്യൽ മീഡിയയിൽ നടത്തിയ പ്രതികരണമാണ് കാര്യങ്ങൾ ഇത്ര വഷളാക്കിയതെന്ന് പാർട്ടി കമ്മിറ്റിയിലൊക്കെ ചർച്ച ഉയർന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ വിഷയം അന്വേഷിക്കാൻ പാർട്ടി ജില്ലാ കമ്മിറ്റി വീണ്ടും തീരുമാനിച്ചിരിക്കുന്നു. 2 അംഗ കമ്മീഷനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.